ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് എന്തൊക്കെയാണ് മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്, ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത് അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. The need for the analysis of high degree indeterminate structure and development of computers have given rise to the new method called matrix method of analysis. There are two methods of matrix method, namely one is flexibility method and second one is stiffness method. അതായത് ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി ഉള്ള സ്ട്രക്ചറിൻ്റെ കേസിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന അനാലിസിസ് മെത്തേഡ്സ് ആണ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. മെട്രിക്സ് മെത്തേഡ് നെയിംലി രണ്ട് ടൈപ്പാണുള്ളത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. ഫസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റിഫ്നെസ് മെത്തേഡ്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ള കാര്യം നോക്കാം. എന്താണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റിഫ്നെസ് മെത്തേഡ് നമുക്ക് പഠിക്കാം. എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ആൻഡ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡിനെ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് അല്ലെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം, ഫോഴ്സ് മെത്തേഡ് എന്നും കൂടി പറയാം, അല്ലെങ്കിൽ കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ് എന്നും കൂടി പറയാം. അതാണ് ഇവിടെ ഉള്ളത്. ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്, ഫോഴ്സ് മെത്തേഡ് ഓർ കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൻ്റെ കേസിൽ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. കോമ്പാക്റ്റബിലിറ്റി എന്ന് വെച്ചാൽ കണ്ടിന്യൂഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ. കണ്ടിന്യൂറ്റി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ ഔട്ട് ദ സ്ട്രക്ചറിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിന്യൂസ് സെയിം ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് mainly used for analysis of statically indeterminate structure. Flexibility means displacement occurred due to unit force. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ ഫോംസ് ദ ബേസിക് ഫോർ ദ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള മെത്തേഡാണ് അതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ ഓർ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. In this method, basic unknowns are redundant force. Hence, the analysis has first identified basic determinate structure and these by identify redundant force. The number of redundant force is equal to degree of static indeterminacy. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിനകത്ത് നമ്മൾ അൺനോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോഴ്സസ് ആയിരിക്കും. റിഡണ്ടൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എക്സസ് ഫോഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് അൺനോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്, ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പാക്റ്റബിലിറ്റി ആയതുകൊണ്ട്, അല്ലെ കണ്ടിന്യൂഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ, കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ കോമ്പാക്റ്റബിലിറ്റി മെത്തേഡിനും കൂടി ഇതിനെ പറയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കണം. റിഡണ്ടൻറ്റ് ഫോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കുകയാണ് വേണ്ടത്. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കി എന്നിട്ട് ആ റിഡണ്ടൻറ്റ് ഫോഴ്സിനെ അല്ലെങ്കിൽ അൺനോൺ ഫോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആക്കിയതിന് ശേഷം ആ ഫോഴ്സിനെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ നമ്പർ ഓഫ് റിഡണ്ടൻറ്റ് ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതിനാണ് റിഡണ്ടൻറ്റ് ഫോഴ്സ് എടുക്കേണ്ടത്, അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വെച്ചിട്ടാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആയിരിക്കും നമ്പർ ഓഫ് റിഡണ്ടൻറ്റ് ഫോഴ്സ്. എത്രയാണോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഉള്ളത് അത്രയും നമ്പർ ഓഫ് റിഡണ്ടൻറ്റ് ഫോഴ്സ് ഉണ്ടാവും, അതാണ് പറയുന്നത്. ഓക്കെ, displacement is the displacement in basic determinate structure due to a given loading and redundant force are found out and the consistency conditions are formed. അതായത് ഗിവൺ റിഡണ്ടൻറ്റ് ഫോഴ്സിനെ കൊണ്ടും റിഡണ്ടൻറ്റ് ഫോഴ്സും അതുപോലെ തന്നെ ഫിഗറിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നമ്മളെ സ്ട്രക്ചറിലുള്ള ഗിവൺ ലോഡിങ്ങിനെ കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് കൺസിസ്റ്റൻസി ഇക്വേഷൻസ് ഫോം ചെയ്യുക, കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ ഫോം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദ റിസൾട്ടിങ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ആർ സോൾവ്ഡ് ടു ഗെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. അങ്ങനെ സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് ഫ്ലെക്സിബിലിറ്റി ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സിനെയാണ് നമ്മൾ റിഡണ്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്, അൺനോൺ ഫോഴ്സിന്. എന്നിട്ട് അതിന് ആ നമ്പർ ഓഫ് റിഡണ്ടൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എത്ര നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട്, എന്നിട്ട് അത്രയും നമ്പർ ഓഫ് റിഡണ്ടൻറ്റ് ഫോഴ്സ് എടുക്കുക. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യുക. ദെൻ ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് റിസൾട്ട് എന്താണ് നമ്മൾ റിഡണ്ടൻറ്റ് ഫോഴ്സിന്
വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ദി ഇക്വേഷൻ ഡെവലപ്ഡ് ആർ ഇൻ മെട്രിക്സ് ഫോം സിൻസ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സോൾവിങ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ. ദർ ഈസ് നോ ലിമിറ്റ് ഫോർ ദ നമ്പർ ഓഫ് ഇക്വേഷൻ that can be handled. അത് കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാം. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫോഴ്സ് മെത്തേഡ്, ഫ്ലെക്സിബിലിറ്റി ഓർ കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ്. ദ ബേസിക് ഇക്വേഷൻ ടു ബി സോൾവ്ഡ് ആർ ദ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിൽ കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ച D = F/A. നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് ചെയ്ത് നമ്മൾ മെട്രിക്സിലേക്ക് എത്തി. മെട്രിക്സ് മെത്തേഡാണ് പഠിക്കുന്നത്. അപ്പോൾ മെട്രിക്സ്, അപ്പോൾ ഈ ഓരോന്നിനും മെട്രിക്സ് എന്നുള്ള ചെയ്യുന്നത്. നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ഇങ്ങനെ വെച്ചിട്ടല്ലേ, മെട്രിക്സ് D അങ്ങനെ നമ്മൾ വായിക്കും. അപ്പോൾ മെട്രിക്സ് D = മെട്രിക്സ് F × മെട്രിക്സ് A എന്ന് കിട്ടും. ഓക്കെ, അതിൽ മെട്രിക്സ് FD എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അല്ല, അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ്. മെട്രിക്സ് F എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. മെട്രിക്സ് A എന്ന് പറയുന്നത് ഫോഴ്സ് മെട്രിക്സ് അല്ലെങ്കിൽ ലോഡ് മെട്രിക്സ് ഓർ ആക്ഷൻ മെട്രിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് മെത്തേഡാണ് നമ്മളെ സ്റ്റിഫ്നെസ് മെത്തേഡ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓർ ഇക്വിലിബ്രിയം മെത്തേഡ്. എന്താണ് ഇതിന് ഈ പേര് വരാൻ കാരണം? നമ്മൾ ഇതിൻ്റെ അകത്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് നമ്മൾ ബേസിക് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് നമ്മൾ അൺനോൺസ് എന്ന് പറയുന്നത്. ഫോഴ്സ് മെത്തേഡിൽ ഫോഴ്സസ് ആയിരുന്നു അൺനോൺസ്. കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അതിനെ ഫോഴ്സ് മെത്തേഡെന്നും കോമ്പാക്റ്റബിലിറ്റി മെത്തേഡെന്നും വിളിക്കുന്നു. ഇനി സ്റ്റിഫ്നെസ്സിനകത്താണെങ്കിൽ സ്റ്റിഫ്നെസ്സിനകത്ത് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് സ്റ്റിഫ്നെസ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് അൺനോൺസ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ റിഡൻഡൻ്റ് ആയിട്ട് അൺനോൺസ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കും. ഇക്വിലിബ്രിയം മെത്തേഡാണ് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിനും ഇക്വിലിബ്രിയം മെത്തേഡിനും ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്. ഓക്കെ, അതിന് എന്താണെന്ന് വായിച്ചു നോക്കാം. സിസ്റ്റമാറ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഇൻ ദ മെട്രിക്സ് ഫോം ഹാസ് ഗിവൺ റൈസ് ടു സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ദ ബേസിക് അൺനോൺസ് ആർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ജോയിൻറ്റ്. മറ്റേതിനകത്ത് ബേസിക് അൺനോൺസ് ഫോഴ്സ് ആയിരുന്നു, റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ജോയിൻറ്റ്. ദി ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആർ ഫോംഡ്. ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ആണ് ഫോം ചെയ്യുന്നത്. ആർ ഫോംഡ് ആൻഡ് സോൾവ്ഡ് ടു ഗെറ്റ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദി ജോയിൻറ്റ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഫോം ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻറ്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്നത്. യൂസിങ് ദിസ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ആർ കാൽക്കുലേറ്റഡ്. അപ്പോൾ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, the basic equation to be solved are the equilibrium conditions at the joint. This method is known as stiffness method or displacement method or equilibrium method. Equilibrium equations ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് അറ്റ് ദ ജോയിൻ്റ് ആണ് അൺനോൺസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് സ്ലോപ്പും എന്താണ് അതിൻ്റെ ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കും. ദെൻ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ഷൻ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ആക്ഷൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ A = K × K ഓർ S എന്തും യൂസ് ചെയ്യാം. K അല്ലെങ്കിൽ S എന്തും യൂസ് ചെയ്യാം. ഓക്കെ, K ഓർ S. A = K × D. പിന്നെന്താ അപ്പോൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. മെട്രിക്സ് A = മെട്രിക്സ് K × മെട്രിക്സ് D. മെട്രിക്സ് D ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്, മെട്രിക്സ് A ഫോഴ്സ് മെട്രിക്സ്, മെട്രിക്സ് K സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഓക്കെ, flexibility method and stiffness method is better suited to structures with a large degree of static indeterminacy than kinematic indeterminacy. Also, this method is better suited for computation than flexibility method. Okay, നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്താണ് സ്റ്റിഫ്നെസ് മെത്തേഡ് ഈസ് ബെറ്റർ സ്യൂട്ടഡ് ടു സ്ട്രക്ചേഴ്സ് വിത്ത് ലാർജ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക്കൽ റിഡൻഡൻസി ദെൻ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. ഓൾസോ ദിസ് മെത്തേഡ് ഈസ് ബെറ്റർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റിഫ്നെസ് മെത്തേഡും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി മെത്തേഡും. എന്താണ് സ്റ്റിഫ്നെസ് മെത്തേഡെന്ന് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിഫ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലെക്സിബിലിറ്റി ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് സ്റ്റിഫ്നെസ് ഓർ സ്റ്റിഫ്നെസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു സ്റ്റിഫ്നെസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഡെറിവേഷൻ ആയിട്ട് കൊടുത്തതാണിത്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്
of a structure member are reciprocal to each other. So the flexibility and stiffness matrices flexibility matrix F and stiffness matrix K are also reciprocal to each other. This condition will satisfy only if matrix F and matrix K have a common system of coordinate. It follows that product of flexibility and stiffness matrix is a unit matrix. Okay, എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റിഫ്നെസ് മെട്രിക്സും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റും യൂണിറ്റ് മെട്രിക്സ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അതിൻ്റെ പ്രൂഫാണ്. ഓൾറെഡി നേരത്തെ ഒരു രീതിയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ ഡി എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡി ഈക്വൽ ടു എഫ് ഇൻറ്റു എ എന്ന് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ഡെൽറ്റ ഈക്വൽ ടു എഫ് ഇൻറ്റു പി. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡെൽറ്റനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ആക്ഷനെ നമ്മൾ പി വെച്ചിട്ട് ഫോഴ്സിനെ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മെട്രിക്സ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എഫ് ഇൻറ്റു മെട്രിക്സ് പി എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലെയും പ്രീ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ ബൈ എഫ് ഇൻവേഴ്സ്. മെട്രിക്സ് എഫ് ഇൻവേഴ്സ് വെച്ച് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? മെട്രിക്സ് എഫ് ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ് എഫ് ഇൻവേഴ്സ് ഇൻറ്റു മെട്രിക്സ് എഫ് ഇൻറ്റു പി എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താൽ മെട്രിക്സ് എഫ് ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? മെട്രിക്സ് എഫ് ഇൻവേഴ്സ് ഇൻറ്റു മെട്രിക്സ് എഫ് എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 1 ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ 1 എന്നുള്ളത് കാണിച്ചിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി എന്ന് വരും അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ അതിൽ ഇക്വേഷൻ ഏതായിരുന്നു? നമുക്ക് ആക്ഷൻ ഇക്വേഷൻ അറിയാം. പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എന്നുള്ളതായിരുന്നു നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? പി ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ആകുമ്പോൾ എന്ത് വരും? നമുക്ക് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. അതാണ് പറയുന്നത്. അതായത് ഫ്ലെക്സിബിലിറ്റി ഇൻവേഴ്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു കെ. നമ്മൾ ഇതിനെ വീണ്ടും മെട്രിക്സ് എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇൻറ്റു മെട്രിക്സ് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഇൻറ്റു കെ എന്ന് വരും. ദാറ്റ് ഈസ് മെട്രിക്സ് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. ദാറ്റ് ഈസ് എഫ് ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു ഐ. സ്റ്റിഫ്നെസ് മെട്രിക്സും ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് മെട്രിക്സ് ആണ് കിട്ടുന്നത്, ഐ ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റിഫ്നെസ് ഈക്വൽ ടു ഇൻവേഴ്സ് 1/f അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എഫ്. ഫ്ലെക്സിബിലിറ്റി ഈക്വൽ ടു 1/s ഓർ എസ് ഇൻവേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് റിലേഷൻ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഈസ് ഇൻവേഴ്സ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓർ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈസ് ഇൻവേഴ്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓർ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇൻറ്റു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈസ് എ യൂണിറ്റ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നും കൂടി പറയും. ഒന്നിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ച പോലെ ഇതുപോലെ ചെയ്യാം. എഫ് ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ നേരത്തെ ഒരു ഡെറിവേഷൻ പറഞ്ഞിട്ടില്ലേ, എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള ഡെറിവേഷൻ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് ഡിറൈവ് ചെയ്യുക, എന്നിട്ട് അതിനൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. അതിൻ്റെ ഒരു പോയിന്റ് ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്ന 1. അപ്പം ലോഡ് യൂണിറ്റ് ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ. ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂ യൂണിറ്റ് 1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും എന്ത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അതിന് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അതാണ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഇത് എസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിൽ ഒരു ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇക്വേഷൻ WL3/48EI ആണ് നമുക്കറിയാം ഇക്വേഷൻ. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡെൽറ്റ ഈക്വൽ ടു ഓർ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? WL3/48EI എന്നുള്ളതായിരുന്നു നമുക്കറിയാം അല്ലേ? അപ്പോൾ യൂണിറ്റ് ലോഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് W ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി എഫ് എന്ന് പറയുന്നത് അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? W ഈക്വൽ ടു 1 ആകുമ്പോൾ L3/48EI, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? L3/48EI എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 48EI ഡിവൈഡ് ബൈ L3 എന്ന് വരും അല്ലേ?
48EI/L³ എന്ന് വരും. അതാണിത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ സ്റ്റിഫ്നെസ്. അപ്പോൾ എന്താണ് ഫ്ലെക്സിബിലിറ്റി റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ റിലേഷൻ എന്നുള്ള ഡെറിവേഷൻ ചെയ്യുക. ദെൻ ഈ ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു കൊടുക്കുക, ഫ്ലെക്സിബിലിറ്റി സ്റ്റിഫ്നെസ്സും എന്താണെന്നുള്ള കാര്യം. അത്രേ വേണ്ടു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ടേമാണ് കോയിഫിഷ്യൻ്റ്, അതായത് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻറ്റും. എന്താണ് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ്, എന്താണ് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻറ്റ്? ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനകത്തുള്ള ഓരോ എലിമെൻറ്റിനെയും ആണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് ആണ് സിംപ്ലി അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് മെട്രിക്സിലുള്ള ഓരോ എലിമെൻറ്റിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, flexibility and stiffness coefficient. These coefficients are the characteristics of a structure relating the force and displacement at its coordinates. Okay, ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കണക്ട് ചെയ്യുന്നൊരു ഒരു ടേമാണ്, ഒരു കോയിഫിഷ്യൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, കോർഡിനേറ്റ്സുമായിട്ട്. ദ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് coefficient characteristics the behavior of a structure by specifying the displacement response to a applied force at the coordinate. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അപ്ലൈഡ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പിന്നെ എന്താണ് അപ്ലൈഡ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ജോയിൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് അല്ല, അപ്ലൈഡ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു സ്ട്രക്ചറിന് ഉണ്ടാകുന്ന ബിഹേവിയർ മീൻസ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്പോൺസ്, അതാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ എന്താണ്? സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻറ്റ് സ്പെസിഫൈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗിവൺ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ കോർഡിനേറ്റ്. അതായത് കോർഡിനേറ്റിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അത് എന്തൊക്കെയാണ് ഇത് രണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പോയിൻറ്റ് ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ അറ്റ് സം അതർ പോയിൻറ്റ്, other action being absent is called flexibility or flexibility coefficient and is denoted by F. അതായത് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ ഓർ യൂണിറ്റ് ഫോഴ്സ് ഒരു പോയിന്റിലുണ്ടാവുന്ന ഫ്ലെക്സിബിലിറ്റി, പോയിന്റിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു എന്തുകൊണ്ട്? യൂണിറ്റ് ഫോഴ്സിനെ കൊണ്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഫോഴ്സസും സീറോ ആണ്, അല്ലെങ്കിൽ അവിടെ ബാക്കി ഫോഴ്സസൊക്കെ സീറോ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ബാക്കി ആ ബീമിലുണ്ടാകുന്ന ഫോഴ്സസൊക്കെ സീറോ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിനെ കൊണ്ട് ബാക്കിയെല്ലാം ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ സിംപ്ലി ഡിനോട്ട് എഫ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ജനറലി നമുക്ക് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ് നമുക്ക് FIJ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി FIJ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. FIJ ഡിനോട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ പോയിൻറ്റ് I ആണ് ഇത് I എന്നല്ല I ആണ് കേട്ടോ, അത് നോക്കുക I എന്നാണ് ഇവിടെ. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് I ഓർ ജോയിൻറ്റ് I ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ അറ്റ് J, അതാണ് സംഭവം. അതായത് ഫ്ലെക്സിബിലിറ്റി FIJ എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ് FIJ എന്ന് വെച്ചാൽ എന്താണ് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് J. ഇവിടെ ith പൊസിഷനിൽ ഫസ്റ്റ് പോയിന്റിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഫസ്റ്റ് I എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എവിടെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് I ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ, എവിടെയാണ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ അപ്ലൈ ചെയ്യുന്നത്, ആക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ FIJ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ, J എന്ന് പറയുന്നത് സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്ഷൻ അല്ലെ ഫോഴ്സ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു
ആക്ഷൻ ഓർ യൂണിറ്റ് ഓർ ഫോഴ്സ് അറ്റ് ദ സെക്കൻഡ് സബ്സ്ക്രിപ്റ്റ്. അതാണ് എഫ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി എല്ലാ പോയിൻറ്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അറ്റ് ദ പോയിൻറ്റ് ഐ ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ അറ്റ് ജെ ഓൾ അതർ പോയിൻറ്റ്സ് ബീങ് അൺലോഡഡ്. ബാക്കി ഒരു പോയിൻറ്റിലും ലോഡ് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു പർട്ടിക്കുലർ ജെ എന്ന് പറഞ്ഞ പോയിൻറ്റിൽ മാത്രമേ ലോഡ് ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോഴ്സ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻറ്റ് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പോലെ. അപ്പോൾ എന്താണ്, when a structure is subjected to only one force, the flexibility coefficient F is defined as the corresponding displacement due to unit value of force. ഒരു സ്ട്രക്ചറിൽ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു യൂണിറ്റ് വാല്യൂ ഓഫ് ദാറ്റ് ഫോഴ്സ്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. കാൻഡിലിവർ ബീം വിത്ത് W ലോഡ് അറ്റ് ഫ്രീ എൻഡ് കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കാൻഡിലിവർ ബീമിനെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. WL3/3I ആയിരിക്കും ഉണ്ടാകുന്ന കാൻഡിലിവറിൻ്റെ എൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് അല്ലെ ഫ്ലെക്സിബിലിറ്റി എന്താണെന്നുള്ളതായിരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ WL3/3I ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സ് യൂണിറ്റ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് ആണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഫോഴ്സ് യൂണിറ്റ്, ഫോഴ്സ് എന്ന് വെച്ചാൽ ഡബ്ല്യൂവിൻ്റെ വാല്യൂ യൂണിറ്റ് ആകുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് W=1 ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എഫ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. W=1 then F=L3/3I. അതാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് കൂടി നമുക്ക് പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ്, simply supported beam of span L, flexural rigidity EI, carries a moment M at left support. അപ്പം ആ മൊമെൻറ്റ് എം ഉണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ആ മൊമെൻറ്റ് കൊണ്ടുണ്ടാകുന്ന റൊട്ടേഷനെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം അല്ലേ. ഈ കേസിൽ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് ML/3E എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിനുണ്ടാകുന്ന റൊട്ടേഷൻ ML/3E എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും? ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും? യൂണിറ്റ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ്, അതായത് യൂണിറ്റ് മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ഡ്യൂ ടു യൂണിറ്റ് മൊമെൻ്റ് ആണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ M=1 ആകുമ്പോൾ തീറ്റേൻ്റെ വരെയാണ് അതിൻ്റെ എഫ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റയെ ഡ്യൂ ടു യൂണിറ്റ് ആക്ഷൻ ഓർ യൂണിറ്റ് മൊമെൻറ്റ്. M=1 ദിസ് F=L/3I. ഓക്കെ, അതാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളോട് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്നുള്ള കാര്യം ചെയ്താൽ പിന്നെ ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു സിംഗിൾ ഫോഴ്സ് ആണ് അല്ലെങ്കിൽ സിംഗിൾ മൊമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കേസിൽ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റെ കാര്യം പറഞ്ഞു. ഇനി ലാർജ് നമ്പർ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ സെവറൽ ലോഡ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക, അത് ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബീമുണ്ട്. ആ ബീമിൽ A1 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, A2 എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, A3 എന്ന് പറയുന്ന മൊമെൻ്റ് ഉണ്ട്. അത് കാണിക്കുന്നത് ആക്ഷൻ ഓൺ ദ ബീമാണ്. ആൻഡ് സെക്കൻഡ് വൺ അതിൻ്റെ ഡിഫോർമേഷൻ കറസ്പോണ്ട് ടു ദാറ്റ് ആക്ഷൻ. ആ ഫോഴ്സ് അല്ലെ ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫോർമേഷൻ ഡയഗ്രാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ A1 കറസ്പോണ്ടിങ് ആയിട്ട് D1, A2 കറസ്പോണ്ടിങ് ആയിട്ട് D2, A3 കറസ്പോണ്ടിങ് ആയിട്ട് D3 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ കേസ് എന്താണ്? ഫസ്റ്റ് നമ്മൾ A1 എന്ന് പറയുന്ന ഫോഴ്സിനെ കൊണ്ട് ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ A1ൻ്റെ വാല്യൂ യൂണിറ്റ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് ഓരോ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ബാക്കി എല്ലാ ഫോഴ്സസും 0 ആണെന്ന അസംഷനിൽ. അടുത്തത് സെക്കൻഡ് A2 യൂണിറ്റ് കൊടുക്കുക, ദെൻ എല്ലാ പോയിന്റിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. ദെൻ A3 യൂണിറ്റ് കൊടുക്കുക, എല്ലാ പോയിന്റിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. ദെൻ അതൊക്കെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടലായിരിക്കും നമ്മൾ എന്ത് വരുന്നത്? ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മെട്രിക്സ് ഫോമിലേക്ക് എഴുതുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ A1 എന്ന് പറയുന്ന ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത്, അതാണ് ഇവിടെ യൂണിറ്റ് അപ്ലൈ ചെയ്തത്. അപ്പോൾ A1 എന്ന് പറയുന്ന ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയായിരിക്കും നമ്മൾ എന്ത്? ഫ്ലെക്സിബിലിറ്റി. അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ ഉണ്ട്, സെക്കൻഡ് പൊസിഷൻ ഉണ്ട്, തേർഡ് പൊസിഷൻ ഉണ്ട്. അതപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളതിനെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്നുള്ള ടേമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യണം ഫ്ലെക്സിബിലിറ്റീനെ. അപ്പോൾ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യണം? അതിനെ F ആണ്, ഫ്ലെക്സിബിലിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ Fനെ കൊണ്ട് ഡിനോട്ട് ചെയ്യും ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻ്റ്. ഏതാണ് പൊസിഷൻ? ഫസ്റ്റത്തെ പൊസിഷനിലാണ്. എവിടെയാണ് ആക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തത്? ഫസ്റ്റത്തെ പൊസിഷനിൽ. അതുകൊണ്ട് നമ്മളതിനെ F11 എന്ന് വിളിച്ചു. ഓക്കെ,
ഇനി ഈ സെക്കൻഡ് പൊസിഷൻ നോക്കുക. സെക്കൻഡ് പൊസിഷനിലുള്ളത് എന്താ? അവിടെ എഫ് തന്നെ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് ആണ്. ഏതാ പൊസിഷൻ? സെക്കൻഡ്. അതുകൊണ്ട് 2 എന്ന് മാർക്ക് ചെയ്തു. എവിടെയാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തത്? ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ. അതുകൊണ്ട് F21 എന്ന് വിളിച്ചു. ഓക്കെ. ഇനി അതുപോലെ തേർഡ് പൊസിഷൻ നോക്കുക. തേർഡ് മൊമെൻ്റ് ആണ്, അപ്പോൾ സ്ലോപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു. തേർഡ് പൊസിഷനാണ്. എവിടെയാണ് ലോഡ് അപ്ലൈ ചെയ്ത്? ഫസ്റ്റിനകത്ത്. അതുകൊണ്ട് F31 എന്ന് വന്നു. ഓക്കെ. അങ്ങനെ ഇനി നമ്മൾ അതുപോലെ സെക്കൻഡിൻ്റെ കേസും കൺസിഡർ ചെയ്യുക. സെക്കൻഡ് ആക്ഷന് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് എന്താണ് വരിക? പൊസിഷൻ ഫസ്റ്റ് ആണ്, പക്ഷേ ലോഡ് അപ്ലൈ ചെയ്ത് സെക്കൻഡ്. അതുകൊണ്ട് F12 എന്ന് വന്നു. അങ്ങനെയാണ് ഇവിടെ F12 വന്നത്. ഇനി ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്നതോ? പൊസിഷൻ സെക്കൻഡ്, ലോഡും സെക്കൻഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും F22. ഇനി തേർഡിലോ? പൊസിഷൻ തേർഡ്, പക്ഷേ സെക്കൻഡിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് F32 എന്ന് വന്നു. ഓക്കെ. അതുപോലെ തേർഡ് മൊമെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. അതുപോലെ ഓരോ പോയിന്റിലുണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് കണ്ടിരിക്കുക. പോയിന്റ് പൊസിഷൻ ഫസ്റ്റത്തെ കേസിൽ F1 ആണ്, ഫസ്റ്റ് പൊസിഷനാണ്, തേർഡിലാണ് യൂണിറ്റ് വാല്യൂ. അതുകൊണ്ടാണ് ഇത് F13. സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനാണ്, തേർഡിലാണ് യൂണിറ്റ് വാല്യൂ. അതുകൊണ്ട് F23. തേർഡ് ആണെങ്കിൽ തേർഡ് പൊസിഷനാണ്, തേർഡിലാണ് യൂണിറ്റ് വാല്യൂ. F33 എന്ന് വന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓരോ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് D1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? D11 പ്ലസ് D12 പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ്റെ കേസിൽ 13 ആയിരിക്കും. D2 ആണെങ്കിൽ D21 പ്ലസ് D22 പ്ലസ് D23. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ D ഈസ് ഈക്വൽ ടു F ഇൻറ്റു എ എന്നറിയാം. അപ്പോൾ D11 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് F11 ഇൻറ്റു എവിടെയാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തത് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് A1 എഴുതാൻ പറ്റും അല്ലേ? D11 എന്ന് പറയുന്നത്. ഇനി D12 എന്നാണെങ്കിലോ? D12 ഏതാണ്? ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, പക്ഷേ ലോഡ് എവിടെയാണ്? സെക്കൻഡിലാണ്. അപ്പോൾ F12 എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു ലോഡ് A2 അങ്ങനെ എഴുതാം. ഓക്കെ. അതുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കാം. അതായത് D1 ഈക്വൽ ടു D11 പ്ലസ് D12 പ്ലസ് D13, D2 ഇക്വേഷൻ, D3 ഇക്വേഷൻ. ദെൻ നമുക്കതിന് ഇങ്ങനെ എഴുതാം. D ഈക്വൽ ടു F ഇൻറ്റു എ എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. D1 ഈക്വൽ ടു F11 A1 പ്ലസ് F12 A2 പ്ലസ് F13 A3. D2 ഈക്വൽ ടു F21 A1 പ്ലസ് F22 A2 പ്ലസ് F23 A3. D3 ഈക്വൽ ടു F31 A1 പ്ലസ് F32 A2 പ്ലസ് F33 A3 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ടേംസ്, അതായത് ഈ ഇക്വേഷൻ്റെ അകത്ത് F11 F12 എന്നുള്ള ടേംസ് ഇല്ലേ ഇക്വേഷൻ്റെ അകത്തുള്ള F11 F12 F13 F21 എന്ന് പറയുന്ന ടേംസ് ഇല്ലേ, അതാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ്. അതായത് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ് at one position, all other loads being 0 എന്നുള്ള കണ്ടീഷനിൽ. അതാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യന് എന്ത് പറയാം? ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ F12 എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ടു A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷന് ഫസ്റ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ഫസ്റ്റത്തെ സബ്സ്ക്രിപ്റ്റ് 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ട് ടു A1 കോസ്ഡ് ബൈ യൂണിറ്റ് വാല്യൂ ഓഫ് A2. എന്തുകൊണ്ട്? ഡ്യൂ ടു യൂണിറ്റ് വാല്യൂ ഓഫ് അറ്റ് സെക്കൻഡ് ലോഡ് A2ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന A1 എന്ന് പറയുന്ന പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ F12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ ജനറലായിട്ട് Fij നമുക്ക് എന്ത് വിളിക്കാം? Fij ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ടു I ആണ്, A അല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ടു AI തന്നെ. ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ടു AI എന്ന് പറയുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ യൂണിറ്റ് വാല്യൂ ഓഫ് AJ എന്ന് പറയുന്ന ലോഡിന് യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ AI എന്ന് പറയുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Fij എന്ന് പറയുന്നത്. ഈ Fij ആണ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് എന്താണ്. ഇനി അടുത്തത് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ്, അല്ലെങ്കിൽ നമുക്കതിനെ സ്റ്റിഫ്നെസ് എന്ന് വിളിക്കാം. സ്റ്റിഫ്നെസ് ഓഫ് എ പോയിന്റ് ഇൻ എ സ്ട്രക്ചർ is defined as the force required to produce unit displacement at its point, all other points being prevented from displacement.
stiffness of a point is in a structure is defined as the force that is required to produce unit displacement at this point, all other points being prevented from displacement. Stiffness എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയിരിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു യൂണിറ്റ് ലോഡ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു എന്താണ്, യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഓൾ അതർ പോയിന്റ്സ് ബീങ് പ്രിവെൻറ്റഡ് ഫ്രം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. നമുക്ക് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻറ്റ് നമുക്ക് SIJ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ KIJ എന്ന് ഡിനോട്ട് ചെയ്യാം. KIJ എന്ന് വെച്ചാൽ എന്താണ്, is defined as the force developed at I due to unit displacement at J. KIJ എന്ന് വെച്ചാൽ ഫോഴ്സ് ഡെവലപ്ഡ് അറ്റ് ith പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ജെയിൽ യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം I എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത് പറയുന്നത്, അല്ല ജെയിൽ എന്താണ് പറയുന്നത്, ഫോഴ്സ് ഡെവലപ്ഡ് അറ്റ് I ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ജെ എന്ന് പറയുന്ന പോയിന്റിൽ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ith പോയിന്റിലുള്ള ഫോഴ്സാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സും ഡിസ്പ്ലേസും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നേരത്തെ സെയിം ഫിഗർ എടുക്കുക നമുക്ക് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് നോക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ കേസിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റിയിലാണെങ്കിൽ ഫോഴ്സസ് ആണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഫോഴ്സാണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യണം, അവിടുത്തെ മാത്രം കൺസിഡർ ചെയ്യുക, ബാക്കി എല്ലാ പോയിന്റിലും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ സീറോ ആക്കി വെക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫിഗർ തന്നിട്ടുണ്ട് ഇവിടെ. ഇത് ആക്ഷൻ ഓൺ ദ ബീമാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡിൽ ഓരോ ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് D1 D2 D3 കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ കേസ് നോക്കാം. ഫസ്റ്റത്തെ കേസിൽ സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ D1 എന്ന് പറയുന്ന ഫസ്റ്റത്തെ പോയിൻ്റില്ലേ, D1 എന്ന് പറയുന്ന പൊസിഷൻ, അത് മാത്രം നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ എന്താക്കുക, സീറോ ആക്കി വെക്കുക. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സീറോ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സപ്പോർട്ട്, ഒരു റോളർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അവിടെ റൊട്ടേഷനാണ് ഉണ്ടാവുക, സ്ലോപ്പാണ് ഉണ്ടാവുക. അപ്പോൾ സ്ലോപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഫിക്സഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുക, അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ റോളർ കൊടുത്തു. ഈ ഒരു പോയിന്റിൽ മൊമെൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൊമെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അത് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഉണ്ടാവും, റൊട്ടേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് കൊടുക്കും, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ഫോഴ്സ്, അതായത് അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, ബാക്കിയുള്ള പൊസിഷനിലെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ സീറോ ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ 1 അപ്ലൈ ചെയ്തു, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷനാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ആണ് സ്റ്റിഫ്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് പൊസിഷനിലായതുകൊണ്ട് 1 ഡിനോട്ട് ചെയ്തു. നമ്മൾ എവിടെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് കൊടുത്തത്, ഫസ്റ്റ് പൊസിഷനിൽ, അപ്പോൾ S11 ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണ് അത് S11 വന്നത്. ഇനി സെക്കൻഡ് പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുക. എസ് ആണ് നമ്മൾ സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ്, എസ് പൊസിഷൻ 2 ആണ്, പക്ഷേ നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തത് ഫസ്റ്റ് പൊസിഷനാണ്, അതുകൊണ്ട് S21 വന്നു. ഇനി തേർഡ് ആണെങ്കിലോ, തേർഡ് കേസ് ആണെങ്കിൽ എന്താ പറയുക, പൊസിഷൻ തേർഡ് ഫസ്റ്റിലാണ് യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്തത്, അതുകൊണ്ട് S31 വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇനി സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, ബാക്കിയെല്ലാ ഡിസ്പ്ലേസ്മെൻറ്റും പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റോളർ സപ്പോർട്ട് കൊടുത്തു, മൊമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടും കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻസിലെ ഫോഴ്സ് കണ്ടുപിടിക്കുക, അതായിരിക്കും അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ S12 ഫസ്റ്റ് പൊസിഷനിൽ സെക്കൻഡ് യൂണിറ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ട് S12 വന്നു.
ഇനി സെക്കൻഡിൽ തന്നെ പൊസിഷൻ, സെക്കൻഡിൽ യൂണിറ്റ് വാല്യൂ 2 2. ദെൻ തേർഡ് പൊസിഷനിൽ പക്ഷേ സെക്കൻഡിൽ യൂണിറ്റ് വാല്യൂ, അതുകൊണ്ട് S32 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ തന്നെ തേർഡ് നമ്മൾ റൊട്ടേഷൻ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫിക്സിറ്റ് വേണ്ട, ഫിക്സിറ്റ് കാണിക്കേണ്ട. ബാക്കിയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റും പ്രിവെൻറ്റ് ചെയ്യുക, ഈ ഡിസ്പ്ലേസ്മെൻറ്റും പ്രിവെൻറ്റ് ചെയ്യുക. അതിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ്. ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ആക്ഷൻ ഡ്യൂ ടു യൂണിറ്റ് റൊട്ടേഷൻ അറ്റ് തേർഡ് S13. സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് സെക്കൻഡ്, ആക്ഷൻ അറ്റ് സെക്കൻഡ് പൊസിഷൻ ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് തേർഡ്. ദെൻ ആക്ഷൻ അറ്റ് തേർഡ് പൊസിഷൻ ഡ്യൂ ടു യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് തേർഡ്, അതുകൊണ്ട് S33 എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആക്ഷൻ ഇക്വേഷൻ അറിയാം. ആക്ഷൻ ഇക്വേഷൻ എന്താ? A ഈക്വൽ ടു S ഇൻറ്റു ഡി ഓർ K ഇൻറ്റു ഡി ആണ്. ഇനി ടോട്ടൽ ആക്ഷൻ A1 എന്ന് പറയുന്നത് എന്താണ്? A1 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. A1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ആക്ഷൻ, അത് എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? A1 എന്ന് പറയുന്നത് A11 പ്ലസ് A12 പ്ലസ് A13 ആയിരിക്കും അല്ലേ. നമുക്ക് A ഈക്വൽ ടു S ഇൻറ്റു ഡി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് വരും? A1 എന്ന് പറയുന്നത് S11 ഇൻറ്റു D1 പ്ലസ് S12 ഇൻറ്റു D2 പ്ലസ് S13 ഇൻറ്റു D3. A2 ആണെങ്കിൽ S21 ഇൻറ്റു D2 അങ്ങനെ വരും. അതുപോലെ A3ൻ്റെ ഇക്വേഷൻ വരും. ഇനി ഇതിൻ്റെ അകത്തുള്ള S11 S12 S13 എന്ന് പറയുന്ന ടേംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് S12 എന്ന് വെച്ചാൽ എന്താ മീനിങ്? ആക്ഷൻ കറസ്പോണ്ടിങ് ടു D1 കോസ്ഡ് ബൈ യൂണിറ്റ് വാല്യൂ ഓഫ് D2. D2 എന്ന് പറയുന്ന സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിന്, നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ, അതാണ് S12 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ SIJ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ഷൻ കറസ്പോണ്ടിങ് ടു D1 കോസ്ഡ് ബൈ യൂണിറ്റ് വാല്യൂ ഓഫ് DJ. ജേത്ത് പൊസിഷനിൽ അല്ലെങ്കിൽ ജേത്ത് ഡിസ്പ്ലേസ്മെൻറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ D1 എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആണ് SIJ, സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് SIJ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കോയിഫിഷ്യൻ്റ് ആൻഡ് സ്റ്റിഫ്നെസ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ.